ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ച പരിശുദ്ധ സഭ വിശുദ്ധ മൂറോൻ കൂദാശയിലേക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. പരിശുദ്ധ ബാവാ തിരുമേനിയും അഭിയന്ന പിതാക്കന്മാരും വൈദികരും വിശ്വാസികളെല്ലാവരും 40 ദിവസം നോമ്പനുഷ്ഠിച്ച് പ്രത്യേകമായിട്ട് അതിവിശിഷ്ടമായ ഈ കൂദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതായ സമയത്തേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ദേവലോക അരമനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദേവാലയത്തിനകത്ത് വിശ്വാസികൾക്ക് പ്രവേശിക്കുവാനുള്ളതായ സാഹചര്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് പങ്കാളികളാകുവാനായിട്ട് അതിന് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ അംശവസ്ത്രധാരികളായ ആളുകൾ മാത്രമാണ് ചാപ്പലിനകത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും പുറത്ത് വിശാലമായ പന്തലിൽ ഈ ആരാധനയെ സംബന്ധിക്കുവാനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ആരാധനയിൽ പ്രാർത്ഥനാപൂർവ്വം ഒന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ ക്രമീകരണം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും നമ്മുടെ അരമനയ്ക്കകത്ത് പാർക്ക് ചെയ്യാനുള്ളതായ ക്രമീകരണങ്ങൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അഭിവന്ദ്യരായ പിതാക്കന്മാരുടെയും സഭാസ്ഥാനികളുടെയും വാഹനങ്ങൾ മാത്രമായിരിക്കും അരമന കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി വാഹനങ്ങളെല്ലാം താഴെ ബെസേലിയസ് പബ്ലിക് സ്കൂൾ നോട് ചേർന്നുള്ളതായ ഗ്രൗണ്ടിൽ വിശാലമായ പാർക്കിംഗ് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ അരമന ഗേറ്റിന് മുമ്പിൽ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് ദേവാലയത്തിലേക്ക് സംബന്ധിക്കുവാനായിട്ട് എത്തിച്ചേരുവാനുള്ള വാഹന ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ, ബസ്, ട്രക്ക്, ട്രാവലർ തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരുന്ന വിശ്വാസികളെ ഈ ദേവലോകം ബസ് സ്റ്റോപ്പിൽ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശുശ്രൂഷകൾക്ക് ശേഷം തിരികെ പോകുവാനും വാഹനങ്ങളിലേക്ക് പോകുവാനുള്ളതായ വാഹന ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.